അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ വസയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വഅലാ ആലിഹി വഅസ്വാജിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ റഹ്മത്തും നമുക്കെല്ലാവർക്കും വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അല്പം വിശദീകരിക്കുന്നത്. ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പർവ്വതങ്ങളും സമുദ്രങ്ങളും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആകാശം ഭൂമിയും മാത്രമല്ല, ഈ മഹാപ്രപഞ്ചത്തിലെ ഉള്ള എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബാണ്. ആ അല്ലാഹുവാണ്. അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവനോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയാൻ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവര് അള്ളാഹുവിനോട് ചില സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു. ചില സന്ദർഭത്തിൽ അവര് അള്ളാഹുവാണ് ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിരുന്നു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അവർക്കുള്ളൊരു പ്രശ്നം? അവര് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുകയോ അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യുകയോ ചെയ്യാതെ ചില ഘട്ടത്തിൽ അള്ളാഹുവിനെയും ചില ഘട്ടങ്ങളിൽ ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള മഹാത്മാക്കളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിലെ 38-ാമത്തെ വചനം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്നല്ലാഹു ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്, അവരോട് ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണെന്ന്. മക്കത്തെ മുശ്രിക്കീങ്ങളെ, അവർ അല്ലാഹുവാണ് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയും. പക്ഷെ എന്നിട്ടും അവരെന്തായി? മുശ്രിക്കുകളായി. അള്ളയാണ് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതെന്ന് അവർ സമ്മതിച്ചു. പക്ഷെ അവർ മുസ്ലിങ്ങളാകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മുശ്രിക്കുകളാണ് അവർ. എന്തുകൊണ്ട്? ആരാധന അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചില്ല. അവരോട് ചോദിക്കാണ്, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. മുഹമ്മദ് നബിയെ അവരോട് ചോദിക്കുക, അള്ളാഹുവിന് പുറമേ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അല്ലാഹു എനിക്കൊരു ഉപദ്രവം, ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അല്ലാഹു എനിക്ക് തരുന്ന പ്രയാസം അവരെ കൊണ്ട് തടുക്കാൻ കഴിയുമോ? അവരെ കൊണ്ട് അത് നീക്കിക്കളയാൻ, പരിഹരിക്കാൻ കഴിയുമോ? സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും മനുഷ്യരാണ്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്ക് വിധിച്ച ഒരു അപകടം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പരീക്ഷണം, അത് നീക്കം ചെയ്യുവാൻ, അത് തടുക്കുവാൻ, അത് പരിഹരിക്കുവാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ പ്രവാചകരെ ചോദിക്കുക, അല്ലാഹുവിന് പുറമെ അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, ഇൻ അറാദനിയല്ലാഹു ബിദുർരിൻ, അല്ലാഹു ഒരു പ്രയാസം ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാതു ദുർരി, ആ ബുദ്ധിമുട്ട് നീക്കം ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മ, എന്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം, ഒരു നന്മ, ഒരു അനുഗ്രഹം എനിക്ക് പ്രദാനം ചെയ്യാൻ ഉദ്ദേശിച്ചു. ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ റഹ്മത്ത് തടയാൻ ലോകത്ത് വല്ല ശക്തികളുമുണ്ടോ? അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തികളുണ്ടല്ലോ, അവർ എത്ര മഹാന്മാരുമാകട്ടെ,
അവർ എത്ര ഉന്നതന്മാരുമാകട്ടെ, അഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, അള്ളാഹു ഉദ്ദേശിക്കുന്ന റഹ്മത്ത് തടയാൻ അവരെ കൊണ്ട് കഴിയുമോ? ഒരിക്കലുമില്ല. കുൽ, അതുകൊണ്ട് മുഹമ്മദ് നബിയെ നീ പറയുക, ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹു മതി, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ആ റബ്ബിന്റെ മേലാണ്, ആ അള്ളാഹുവിന്റെ മേലാണ് ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുക. പ്രിയമുള്ളവരെ, അള്ളാഹുവാണ് എല്ലാം. അള്ളാഹു വിചാരിക്കുന്ന ഒരു കാര്യം നമുക്ക് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അത് തടുക്കാനോ തടയാനോ ലോകത്ത് ആളുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളോ ശക്തികളോ അവർക്കൊന്നും അത് തടുക്കാനോ അത് തരാനോ ഒന്നും കഴിയില്ല. അള്ളാഹുവിന്റെ ആ വിധിയാണ് ഈ ലോകത്ത് നടപ്പാക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഇഹ്ഫളില്ലാ യഹ്ഫളുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാൻ, ഏ മോനെ, ഏ കുട്ടി, നീ എന്ത് ചെയ്യണം? യഹ്ഫളില്ലാ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. എന്നിട്ട് ഇങ്ങനെ പറയാണ്. പ്രിയമുള്ളവർ, ഇത് ശ്രദ്ധിക്കണം. യഹ്ഫളില്ലാ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിനക്ക് ശരിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഹി യഅരിഫുക ഫിശ്ശിദ്ദാ, നിനക്ക് സമ്പത്തും ഐശ്വര്യവും സുഖവും അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നീ അള്ളാഹിനെ മറക്കരുത്. അള്ളാഹുവിനെ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കണം. എന്നാലോ യഅരിഫുക ഫിശ്ശിദ്ദാ, നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ, സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ അറിഞ്ഞു ജീവിച്ചാൽ യഅരിഫുക ഫിശ്ശിദ്ദാ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അള്ളാഹു നിന്നെ അറിയും. ആളുകളുടെ സ്വഭാവം എന്താ? പണം ഉണ്ടായാൽ, കാറും ലോറിയൊക്കെ ഉണ്ടായാൽ, സമ്പത്തും ഐശ്വര്യങ്ങളുണ്ടായാൽ പിന്നെ അള്ള വേണ്ട, പിന്നെ ഖുർആൻ വേണ്ട, ദീന് വേണ്ട, ഖബറെന്ന ചിന്തയില്ല, മരണമെന്ന ബോധമില്ല, ആഖിറത്ത് എന്നുള്ള ഒരു ലക്ഷ്യവുമില്ലാതെ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? അക്രമികളും താന്തോന്നികളുമായി കഴിയുന്നു. അങ്ങനെയല്ല. ഇത് നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോഴും റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെനിക്ക് ലഭ്യമായിട്ടുള്ളത്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. എന്നാലാണ് യഅരിഫുക ഫിശ്ശിദ്ദാ, നിന്റെ മനസ്സ് വേദനിക്കുമ്പോൾ, നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നിനക്ക് സാമ്പത്തികമായി ബാധ്യതയുണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നിന്നെ അറിയും. അപ്പോ ഏതവസരത്തിലും, അത് ദാരിദ്ര്യാകട്ടെ സമ്പന്നതയാകട്ടെ, നീ ഫക്കീറാകട്ടെ ഗനിയാകട്ടെ, എല്ലാ ഘട്ടത്തിലും നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് തേടുക. എന്തൊരു കാര്യവും നീ തേടുന്നുവെങ്കിൽ, മനുഷ്യന്റെ കഴിവിന് സാധ്യമല്ലാത്തൊരു കാര്യം അത് തേടുകയാണെങ്കിൽ ആരോട് തേടണം? അള്ളാഹുവിനോട് തേടണം. മനസ്സിലായോ? സാധാരണഗതിയിൽ എനിക്ക് പിന്നെ നാസർ ഖാനോട് ഒരു പേന ചോദിക്കാം, അല്ലെങ്കിൽ 10 രൂപ കടം ചോദിക്കാം. അതല്ല, മറിച്ച് എന്റെ വേദന, എന്റെ മനസ്സിന്റെ പ്രയാസം മാറ്റാൻ അത് റബ്ബിനോടാണ് നമ്മൾ തേടേണ്ടത്. എന്റെ ഹാജത്തുകൾ നിറവേറുവാൻ, എന്റെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ. അതാണ് ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിന്റെ ആ തേട്ടം അള്ളാഹുവിനോട് തേടുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് തേടുക. വഅലം, നീ മനസ്സിലാക്കിക്കോ, അന്നൽ ഉമ്മത ലൗ ഇജ്തമഉ അലാ അൻ യളുറുക, ഈ സമുദായം എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. നമ്മൾ ചിന്തിക്കണം, നബി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇത് നമ്മളെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ ആരാധനയിൽ ഏകനാക്കുക എന്നുള്ള വിഷയത്തിൽ വളരെ പ്രധാനമാണ് ഈ കാര്യം. അതായത് എന്താ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഈ മുസ്ലിം സമുദായം അല്ലെങ്കിൽ എല്ലാ ഉമ്മത്തും, എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടാണ്. എന്നിട്ട് അവരൊക്കെ വിചാരിക്കുകയാണെന്ത്? നിങ്ങളെ ഒരാൾക്ക് അല്ലെങ്കിൽ നിനക്കൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് വിചാരിക്കാൻ സാധിക്കൂല. എന്തേ നടക്കുള്ളൂ? അള്ളാഹു രേഖപ്പെടുത്തിയ, വിധിച്ച അള്ളാഹുവിന്റെ ഖദർ മാത്രമേ നടപ്പാകുള്ളൂ. എത്ര ഈ മനുഷ്യ സമൂഹം ഒരുമിച്ച് കൂടാൻ ആരൊക്കെ ഉണ്ട്? ലോക പോലീസായ അമേരിക്ക ഉണ്ടാകും, ചൈന ഉണ്ടാകും, റഷ്യ ഉണ്ടാകും, ബ്രിട്ടൻ ഉണ്ടാകും, ഫ്രാൻസ് ഉണ്ടാകും,
അതുപോലെ ലോകത്തെ കെങ്കേമന്മാരായിട്ടുള്ള ശക്തികൾ ഉണ്ടാകും. പക്ഷേ എന്തേ നടക്കുള്ളൂ? നീ ഒരു നിസ്സാരനായ മനുഷ്യന് ഉപദ്രവമേൽപ്പിക്കാൻ എങ്ങനെ കഴിയുള്ളൂ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലം യക്തുബുഹുല്ലാഹു അലൈക ലം യളുറൂക, അല്ലാഹു തആല നിനക്ക് വിധിച്ചതല്ലാതെ അവർക്ക് ഒരു ഉപദ്രവം നിനക്കുണ്ടാക്കാൻ കഴിയില്ല. വലൗ ഇജ്തമഉ അലാ അൻ യൻഫഊക ബിശൈഇൻ, ആ സമൂഹം എല്ലാവരും ഒരുമിച്ച് കൂടി എന്നിട്ട് നിനക്കൊരു നന്മ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, എന്നാലോ ലം യക്തുബുഹുല്ലാഹു ലക ലം യൻഫഊക, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നന്മയല്ലാതെ ഒരു നന്മയും ഈ മനുഷ്യ സമുദായം ആകമാനം ഒരുമിച്ച് കൂടിയാലും നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാരണം എന്താ? ജഫത്തി സുഹുഫു, ഏടുകൾ അഥവാ അള്ളാഹുവിന്റെ രേഖകള് അതെന്ത് ചെയ്തിട്ടുണ്ട്? വറ്റിയിട്ടുണ്ട്. അഥവാ അത് രേഖപ്പെടുത്തിയ മനുഷ്യക്ക് ഇനിയൊന്നും എഴുതുന്നില്ല, അതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വറുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു. ആ കിതാബിന്ന്, അള്ളാന്റെ വിധിന്ന് ആ പേനകൾ ഉയർത്തപ്പെട്ടു. നീ അത് എഴുതൂല, അത് എഴുതാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് യഖീനോടുകൂടെ, നീ ദൃഢബോധ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്നുള്ള ആ ഉറച്ച മനസ്സോടുകൂടെ നീ എന്ത് ചെയ്യുക? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. വഅലം അന്ന സ്വബ്റ അലാ മാ തക്റഹു, സുഹൃത്തുക്കളെ, നമുക്ക് വിഷമുണ്ടാകുമ്പോ, നമുക്ക് വേദന ഉണ്ടാകുമ്പോ, നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുമ്പോൾ, നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നാം വെറുക്കുന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, ക്ഷമ കൈകൊള്ളണം. പലപ്പോഴും ആളുകൾക്ക് അതില്ല, പക്ഷേ ക്ഷമിക്കണം. വലിയ പ്രയാസങ്ങളുടെ, വലിയ ദുഃഖങ്ങളുടെ, വലിയ ദുരന്തങ്ങൾ ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തേ ചെയ്യാനുള്ളൂ? ക്ഷമിക്കണം. അത് നിർബന്ധമാണ്. അതാണ് അംബിയാ മുർസലീങ്ങളുടെ ഒക്കെ ചരിത്രം പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാ, വഅലം വഅന്നൻ നസ്റ മഅ സ്വബ്ർ, എപ്പോഴാണ് സഹായം ഉണ്ടാകുക? ക്ഷമാലുവിന്റെ കൂടെയാണ് സഹായം ഉണ്ടാവുക. ക്ഷമിക്കുക. ഈ ക്ഷമിക്കുന്ന ആളുടെ കൂടെയാണ് എന്തുണ്ടാകുക? സഹായം ഉണ്ടാവുക. എന്നിട്ട് പറയാണ്, വഅന്നൽ ഫറജ മഅൽ കർബ്, ദുഃഖവും ആപത്തുകളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിനുശേഷമാണ് അതിൽ നിന്നൊരു മുക്തി ഉണ്ടാകുക, രക്ഷയുണ്ടാകുക. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസം കഴിയുമ്പോഴാണ് എന്തുണ്ടാകുക? എളുപ്പമുണ്ടാകുക. മനസ്സിലായല്ലോ? പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും. ഇതൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മക്കത്തെ മുശ്രിക്കീങ്ങളെ, അവര് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും വരും. അങ്ങനെ കാറ്റും കോളും വന്നു കഴിയുമ്പോ അവരെന്ത് ചെയ്യും? ഇനിയിപ്പോ രക്ഷിക്കാൻ ഏകനായ റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. മക്കത്തെ മുശ്രിക്കീങ്ങൾ, മുസ്ലിങ്ങളല്ല, ആ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യും? കടലിൽ യാത്ര ചെയ്യുമ്പോ വലിയ പർവ്വത സമാനമായ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോ അവരുടെ കപ്പലും തോണിയും ഒക്കെ എന്ത് ചെയ്യും? മറിയാനുള്ളൊരവസരം വരുമ്പോ, അങ്ങനെയുള്ളൊരവസരം വരുമ്പോ എന്ത് ചെയ്യും? ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആ കടലിന്റെ നടുമധ്യേ അവരാ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടെ കീഴ്വണക്കം അള്ളാഹുവിനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്നാലോ ആ കടലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവര് ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ, അങ്ങനെ കരയിലെത്തിക്കഴിഞ്ഞാൽ അവരതാ പങ്കുചേർക്കുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്തിരുന്ന, ആ കടലിൽ ദുആ ചെയ്തിരുന്ന ആളുകളുണ്ടല്ലോ, അവർ കരയിലെത്തിയാൽ ലാത്തയെ രക്ഷിക്കണേ, ഉസ്സയെ രക്ഷിക്കണേ, മനാത്തയെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹുവിന് പുറമെയുള്ള മഹാത്മാക്കളോടും മരണപ്പെട്ടു പോയ പുണ്യാത്മാക്കളോടും ഒക്കെ അവർ ദുആ ചെയ്യും. അങ്ങനെ അവർ ഷിർക്ക് ചെയ്യും. ആ സ്വഭാവം പാടില്ല. നമ്മൾ എല്ലാ സന്ദർഭത്തിലും ഏകനും പരിശുദ്ധനുമായിട്ടുള്ള റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക. അള്ളാഹു ചോദിക്കാണ്, ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർള് ഖുലില്ലാഹ്
ഖുൽ അഫഅത്തഖത്തും മിൻ ദൂനിഹി ഔലിയാഅ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ളർറാ ഖുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ അം ഹൽ തസ്തവിൽ ളുലുമാതു വന്നൂർ. അല്ലാഹു ചോദിക്കാണ്, പറയുക, മൻ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാരാകുന്നു. കുൽ, പറയുക, കുലില്ലാഹ്, അല്ലാഹുവാകുന്നു. കുൽ അഫഅത്തഖത്തും മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? അല്ലാഹുവിന് പുറമെ വേറെയുള്ള രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? എന്നാൽ മനസ്സിലാക്കുക, ആ രക്ഷാധികാരികൾ ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ളർറാ, അവര് സ്വന്തം നഫ്സിന്, ആ രക്ഷാധികാരികൾ സ്വന്തം നഫ്സിന് നഫ്അൻ വലാ ളർറാ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അവർ ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹുവിനെ പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഹാന്മാരും ഒരുപാട് കല്ലും മരവും ഒരുപാട് ശക്തികളുണ്ട്. അവര് സ്വന്തം നഫ്സിന് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ഉടമപ്പെടുത്തുന്നില്ല എന്നാ പറയുന്നത്. എന്നിട്ട് പറയാ, കുൽ ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, പറയുക പ്രവാചകരെ, അന്ധനും കാഴ്ചയുള്ളവനും കണ്ണ് പൊട്ടനും കണ്ണ് കാണുന്നവനും തുല്യനാണോ? അം ഹൽ തസ്തവിൽ ളുലുമാതു വന്നൂർ, ഇരുട്ടുകളും പ്രകാശവും സമമാകുമോ? അല്ലാഹു തആല ചോദിക്കാണ്, ഒരിക്കലും സമമാകൂല. അപ്പൊ റബ്ബിനോട് മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായതട്ടങ്ങൾ, നമ്മുടെ ആരാധനകൾ അവര് മാത്രം സമർപ്പിക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ്, അം ജഅലൂ ലില്ലാഹി ശുറകാ, അവർ അല്ലാഹുവിന് പങ്കാളികളെ നിശ്ചയിച്ചിരിക്കുകയാണോ? ഖലഖൂ കഖൽഖിഹി ഫതശാബഹൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടിച്ചതുപോലെ ആ ശക്തികൾ സൃഷ്ടിക്കുകയും എന്നിട്ട് അവർക്ക് എന്താണ് ആ സൃഷ്ടിപ്പ് അറിയാത്ത രൂപത്തിലായിരിക്കുകയുമാണോ? ഒരിക്കലും അങ്ങനെയല്ല. പിന്നെന്താണ് പ്രിയമുള്ളവരെ? ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, ഖുലില്ലാഹ് ഖാലിഖു കുല്ലി ഷൈഇൻ, പറയുക, അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത്. ഇവിടെ ഇപ്പോ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ആൾ ദൈവങ്ങളാകട്ടെ, അല്ലാത്ത രക്ഷാധികാരികളാകട്ടെ, മഹാത്മാക്കളാകട്ടെ, പുണ്യാത്മാക്കളാകട്ടെ, അവരാരും ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല, ഒരു ബാക്ടീരിയയെ പോലും സൃഷ്ടിച്ചിട്ടില്ല, ഒരു അണുവിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അതാ പറയുന്നത്, ഖുലില്ലാഹ് ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. സൂറത്തുർ റഅദിലെ 16-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയാണ്, എല്ലാ വസ്തുക്കളെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അവൻ ഏകനും സർവാധിപതിയുമാകുന്നു. അൽ ഖഹാർ എന്ന് പറഞ്ഞാൽ സർവാധിപതി, സർവത്തിന്റെയും അധിപതിയായിട്ടുള്ളവൻ അവനാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, യുകർരിറു തആല അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ മനസ്സിൽ ഉറക്കണം, അടിയുറക്കണം ഈ വിശ്വാസം. അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, നിശ്ചയം അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരാരാധ്യനുമില്ല. ലിഅന്നഹും മുഅ്തരിഫൂന അന്നഹു ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്, കാരണം എന്താ? ഈ മക്കത്തെ മുശ്രിക്കുകൾ പോലും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് പറയുന്നു, സമ്മതിക്കുന്നു. വഹുവ റബ്ബുഹാ വമുദബ്ബിറുഹാ, ആ റബ്ബാണ്, ആ അല്ലാഹുവാണ് അവരുടെ റബ്ബെന്നും മുദബ്ബിറുഹാ, എല്ലാം നിയന്ത്രിക്കുന്നവനെന്നും ഒക്കെ അവർ വിശ്വസിക്കുന്നു. പക്ഷേ അതോടൊപ്പം അവരെന്ത് ചെയ്യുന്നു? വഹും മഅ ഹാദാ ഖദ് ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ യഅ്ബുദൂനഹും, അതോടൊപ്പം അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചതെന്ന് പറയുന്നതോടൊപ്പം അവരല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിക്കുകയും ആ രക്ഷാധികാരികളെ ഹജ്ജിനൊക്കെ വന്നിട്ട് വരുന്ന ആളുകൾക്ക് ഈ പിന്നെ എന്താ പറയുക, നല്ല മധുരപലഹാരങ്ങള്, പായസം പോലെയുള്ള വസ്തുക്കളൊക്കെ കൊടുത്തിരുന്ന മഹാന്മാരായിരുന്നു ലാത്തയെ പോലെയുള്ള ആളുകൾ എന്ന് പറയുന്നുണ്ട്. ആ ലാത്തയെ പോലെയുള്ള ആളുകളെ വിളിച്ച് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അതാ പറയുന്നത്, അള്ളാഹുവാണ് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതോടൊപ്പം
അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചുകൊണ്ട് ആ രക്ഷാധികാരികൾ അവർ ആരാധിക്കുന്നു. വഉലൈകൽ ആലിഹ ലാ തംലികു ലിനഫ്സിഹാ വലാ ലിആബിദിഹാ. ആ ഇലാഹുകൾ, ആ ആരാധ്യന്മാർ അവരുടെ നഫ്സിനോ അവരെ ആരാധിക്കുന്ന ശക്തികൾക്കോ എന്താണ്? ലാ തംലികു, ഒന്നും ഉടമപ്പെടുന്നില്ല. നഫ്അൻ വലാ ളറ, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും. സഹോദരങ്ങളെ, നമുക്കറിയാം, ഇപ്പോ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, അതായത് ചില സമൂഹങ്ങൾ ഒരു ബിംബത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം, ആ ബിംബത്തിനെ ആരാധിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? അതിനെ ആരാധിക്കുന്ന ഒരാള് ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. അങ്ങനെ ആ ബിംബത്തിനെ ആരാധിക്കുന്ന ആളിങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ നിരീക്ഷിക്കാണ്, ഈ ഭക്ഷണം ആ ബിംബം കഴിക്കുന്നുണ്ടോ, ആ മഹാന് കഴിക്കുന്നുണ്ടോ. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു പട്ടി വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുകയും കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ മൂത്രമൊഴിക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കണം. അപ്പോൾ ദൈവം എന്ന് വിചാരിക്കുന്ന, അള്ളാഹുവിന് പുറമെ മനുഷ്യന്മാരെ രക്ഷിക്കും, നന്മ ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആ ശക്തിക്ക് കൊടുത്ത ഭക്ഷണം പോലും സ്വന്തമായി കഴിക്കാനോ, അല്ലെങ്കിൽ ആ ഭക്ഷണം ഒരു പട്ടി വന്ന് ഭക്ഷിക്കുമ്പോൾ അത് തടയാനോ, എന്നിട്ടും ഒരു മൂത്രമൊഴിച്ചപ്പോൾ അത് തടയാനോ, ആ പട്ടിയെ ആട്ടി അകറ്റാനോ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ മനുഷ്യൻ ചിന്തിച്ചു, എന്ത്, ഈ ഒന്നിനും കഴിവില്ലാത്ത ഇതിനെയാണോ ഞാൻ ആരാധിക്കുന്നത്? ഉപകാരം ചെയ്യണ്ട, ആ തനിക്ക് വരുന്ന അപകടങ്ങൾ തടുക്കാൻ പോലും കഴിയാത്ത എങ്ങനെ മറ്റുള്ള ആളുകളെ സഹായിക്കുക, മറ്റുള്ള ആളുകളെ രക്ഷിക്കുക? കഴിയൂല. അപ്പൊ ഞാൻ ഇനി ഇതിനെ ആരാധിക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, മഹാനായ ഇമാം ബിലാൽ ഫിലിപ്സിന്റെ ചരിത്രത്തിൽ അത് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സംഗതി എന്താ പ്രിയമുള്ളവരെ? നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, മഹാത്മാക്കൾ ആരാധിച്ചിരുന്ന ആളുകൾ, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകൾ, മാ ലാ യളുറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. വയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അവര് അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ഈ മഹാത്മാക്കള് അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന പറയുന്നത്. പക്ഷേ അങ്ങനെ പറയൂ? ഒരിക്കലുമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, കുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർള് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹു പറയാണ്, കുൽ അതുനബ്ബിഊനല്ലാഹ, അവര് അള്ളാഹുവിനെ അറിയിക്കുകയാണോ? ഈ ശക്തികള് ഇവർ അള്ളാഹിനെ അറിയിക്കുകയാണോ? അള്ളാഹുവിനെ ചെറുതായിട്ട് അവർ കാണുകയാണോ എന്നർത്ഥം. ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഒന്നുമില്ലാത്ത ചില സംഗതികൾ അള്ളാഹുവിനെ അറിയിക്കാനാണോ അവരുടെ ശ്രമം? സുബ്ഹാനഹു, അല്ലാഹു മഹാപരിശുദ്ധനാൻ, വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അല്ലാഹു എത്രയോ ഉന്നതനാകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ ആവർത്തിച്ച് പറയാ. അതുകൊണ്ട് അള്ളാഹിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹുവിന് പുറമെയുള്ള ഒരു ശക്തിയോട് നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പാടില്ല. എത്ര ബുദ്ധിമുട്ട് വന്നാലും അവനോടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്തുൽ ഇസ്രാ, ആ സൂറത്തുൽ ഇസ്രായിലെ 56-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പ്രവാചകരെ ചോദിക്കുക, അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദുആക്ക് ഉത്തരം ചെയ്യുമെന്നവർ വാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തികളുണ്ടല്ലോ, ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, നിങ്ങളുടെ ഒരു പ്രയാസവും നീക്കം ചെയ്യാൻ അവർക്ക് കഴിയൂല. വലാ തഹ്വീല, ഒരു മാറ്റം വരുത്താനും, ആ അവസ്ഥക്കൊരു മാറ്റം വരുത്താനും അവർക്ക് കഴിയൂല. അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് സൂറത്തു സബയിൽ എന്താ പറയുന്നത്?
ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള്. അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശക്തികൾ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ മിസ്കാല ദർറത്തിൻ അണു തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഒരണു തൂക്കം പോലും ഈ ശക്തികൾ ആരും ഉടമപ്പെടുത്തുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇപ്പം എന്താ, മനുഷ്യന്മാർക്ക് എത്ര ബുദ്ധി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ എഞ്ചിനീയർമാർ, അതുപോലെ ഡോക്ടർമാർ, സയന്റിസ്റ്റുകൾ, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ ഉപരിലോകത്തേക്ക് ചന്ദ്രനിലേക്കൊക്കെ ആളുകൾ പോകാൻ, ചൊവ്വയിലേക്ക് ആളുകൾ പോകാൻ, അങ്ങനെയുള്ള പര്യവേഷണങ്ങളൊക്കെ, ശാസ്ത്രീയ വിസ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. പക്ഷേ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള കല്ലും മരവും മഹാന്മാര് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മെപ്പോലെ വിശക്കുന്ന, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, നമ്മെപ്പോലെ രോഗിയാകുന്ന, നമ്മെപ്പോലെ ആരോഗ്യമുള്ള, നമ്മെപ്പോലെ മറക്കുന്ന, നമ്മെപ്പോലെ ഓർമ്മയുള്ള അങ്ങനെ ആളുകളെ, മനുഷ്യന്മാരെ, പച്ച മനുഷ്യന്മാരെ പോലും ആരാധിക്കുന്നില്ലേ? മാതാമൃതാനന്ദമയി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ആൾ ദൈവങ്ങൾ മഹാത്മാക്കളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ പോയി കടന്ന് വീഴുകയാണ്. അവരോട് പോയി പ്രാർത്ഥിക്കാൻ, അവരുടെ രക്ഷ കിട്ടാൻ വേണ്ടി അവരുടെ ഫോട്ടോ വാഹനത്തിലും വീട്ടിലും തൂക്കുകയാണ്. ഉദാഹരണമാണ്. അതുപോലെ ഒന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, അവര് ഒന്നും മിസ്കാല ദർറത്തിന് അണു തൂക്കം പോലും ഉടമപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവരൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. രാമനെ ആരാ പഠിച്ചത്? അള്ളാഹു. രാമന് വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ഹനുമാൻ ആരാണ്? അള്ളാന്റെ സൃഷ്ടിയാണ്. അള്ളയാണ് ഹനുമാനെ സൃഷ്ടിച്ചത്. ഹനുമാൻ ഈ ലോകത്ത് ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ബുദ്ധനും ജീസസും ഒക്കെ അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവാണ്. ആ നബി തിരുമേനി തങ്ങൾ പോലും ലോകത്തൊരു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം സൃഷ്ടിച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാ, വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫ്ആ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ആ മഹാത്മാക്കൾ ഉപകാരമോ ഉപദ്രവമോ അവരുടെ നെഫ്സുകൾക്ക് പോലും ഉടമപ്പെടുത്തുന്നില്ല. അതുപോലെ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ, മരണമോ ജീവിതമോ ഉയർത്തെഴുന്നേൽപ്പോ ഉപകാരപ്പെടുത്തുന്നില്ല, ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹു പറയാൻ റിസ്ക്, ഇതൊക്കെ ഖുർആൻ ഓരോന്നായിട്ട് പറയാ. സൂറത്തു അങ്കബൂത്തിലെ 17-ാമത്തെ ആയത്തിൽ പറയാ, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ് ലാ യംലികൂന ലക്കും റിസ്ഖാ. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾ, ആ മഹാത്മാക്കളുണ്ടല്ലോ, ലാ യംലികൂന ലക്കും റിസ്ഖാ, നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഒരു ഭക്ഷണവും ഒരു ഉപജീവനവും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖാ, നിങ്ങൾ അള്ളാന്റെ അടുത്തുനിന്ന് റിസ്ക് ചോദിച്ചോ. റിസ്ക് എവിടെ നടണ്ട്? അള്ളാന്റെ അടുക്കന്ന്. നമുക്ക് ജോലിയില്ല, കച്ചവടമില്ല, അങ്ങനെ അതൊക്കെ എവിടുന്നാ തേടേണ്ടത്? അള്ളാന്റെ അടുക്കന്ന്. അതാ ഖുർആൻ പറയുന്നത്. എന്നിട്ടോ വഅബ്ദൂഹു വഷ്കുറൂ ലഹു, അള്ളാനെ ആരാധിക്കുക, അവന് നന്ദി ചെയ്യുക. ഇലൈഹി തുർജഊൻ, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരായത്ത് എന്താ? യൂലിജുൽ ലൈല ഫിന്നഹാർ വ യൂലിജുൻ നഹാറ ഫിൽ ലൈലി. അതായത് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നവനും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നവനും അല്ലാഹുവാകുന്നു. വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് വിധേയമാക്കിയവൻ അവനാകുന്നു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, എല്ലാ ഈ സംഭവങ്ങളും ഒരവധി വരെ, സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരവധി വരെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ, അവന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തികൾ കിത്മീർ. കിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിന്റെ ഈത്തപ്പഴക്കുരുവിന്റെ ഒരു ചാലുണ്ടാകും. ആ ചാലിന് ഇടയിൽ കാണുന്ന ഒരു പാട, നേർത്ത നിസ്സാരമായ പാട,
അതുപോലും ഈ ശക്തികൾ ഉടമപ്പെടുത്തുന്നില്ല എന്നാ. അപ്പൊ ജല്ല ജലാലായ പടച്ച റബ്ബിനെ ആരാധിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. അവൻ സർവശക്തനാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.